ആ ബെസ്റ്റ്. ഇവന്റെ കുപ്പി ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഈ രാത്രി അവൻ എൻ്റെ അടുത്ത് കുപ്പിയും കൊണ്ടുവരാൻ പറഞ്ഞു. ഉപദേശി തുടങ്ങിയല്ലോ, കൊള്ളാം. നിന്റെ അടുത്ത് ഈ സ്റ്റോക്ക് ഉണ്ടായിട്ടാണ് ഈ അർദ്ധരാത്രി എന്റെ അപ്പന്റെ മിലിറ്ററി കുപ്പി എടുത്ത് വരാൻ പറഞ്ഞേ. എനിക്കിന്ന് കുടിച്ച് ചാവണം എന്ന് വെച്ചാ കുടിച്ച് ചാവണം. ആ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ കുടിച്ച് ചാവും. ചാവട്ടെ, ഞാൻ കുടിച്ച് ചാവും. അതിന് മാത്രം വിഷമുണ്ട് എനിക്ക്. എടി സുമി, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതേടാ, ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറില്ലേ? എന്നിട്ടാണ് അയ്യോ പോയി, എല്ലാം പോയി. എന്താ പറ്റിയ? നിന്റെ ജോലി പോയോ? എടി പോത്തെ, ജോലി പോയിണ്ടല്ലോ. ഈ ഒരൊറ്റ കുപ്പിലാ വിഷമം ഞാൻ തീർത്താലേ നിന്നോട് ഞാൻ വീണ്ടും കുപ്പി കൊണ്ടുവരാൻ പറയോ? ഇത് അതുക്കും മേലെയാണ്. പിന്നെ എന്താ പ്രശ്നം? എന്താ? മേഴ്സി ഇല്ലേ, മേഴ്സി എന്റെ പെങ്ങളായിരുന്നു. മേഴ്സി കാമുകിയായിരുന്നു. മേഴ്സി അമ്മയായിരുന്നു. മേഴ്സി എല്ലായിരുന്നു. മേഴ്സി എന്താണ്? മമ്മൂട്ടി കയറി വന്നതാ, അത് നീ കാര്യാക്കട്ട. അവൾ പോയിടി. എടാ, നിങ്ങളുടെ പ്രേമം അവളുടെ വീട്ടിൽ പിടിച്ചു കാണും. അവരൊന്നും സമ്മതിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. എടി അതാണ് കാരണമെങ്കിൽ ഞാൻ ആ വിഷമം ഈ ഒരൊറ്റ കുപ്പിയിൽ തീർത്താനെ നിന്നോട് ഞാൻ രണ്ടാമത് കുപ്പി കൊണ്ടുവരാൻ പറയോ? ഇതൊന്നല്ല, ഇതൊക്കെ മേലെയാണ്. നിനക്ക് നാണോല്ലേ ഈ ചാത്ത സാധനമൊക്കെ അടിക്കാൻ? എടി ഇത് ചാത്ത സാധനോ? എടി ഏത് സ്കോച്ച് നിന്നാലുണ്ടല്ലോ ഇതിന്റെ ത്രാസ് താന്നെ ഇരിക്കും, അറിയോ? അടിപൊളി പൂക്കുറ്റി മത്താപ്പൂ കമ്പിത്തിരി സാധന. നിന്നോടൊക്കെ പറഞ്ഞ എന്നെ വേണം തന്നെ. എന്തായാലും ചെറിയ കുത്തൊക്കെ ഉണ്ട്. എന്താ ശരിക്കും പ്രശ്നം? എടി ഇന്നലെ ഒരു 3 മണിയായപ്പോ അവളെ എന്നെ വിളിച്ചു. പാവം കൊറേ കരഞ്ഞിട്ടാ വിളിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു 5:05 അവിടെ കോളേജ് ജംഗ്ഷനിൽ വരാന്നു, അവിടെ കാത്തുക്കാന്നു. 5:05? അതെന്താടാ അങ്ങനത്തെ ഒരു സമയം? എടി ഇപ്പൊ സമയമാണ് ഇവിടുത്തെ വിഷയം. അല്ലല്ല, നീ പറ. ഞാൻ ഒരു 5:05 ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഓഫീസിൽ തിരക്ക് നിനക്കറിയാലോ സുബി. 5:15 പോയി. എന്നിട്ട് അവിടെ എത്തിയപ്പോ അവളെ കാണാനില്ല. നിനക്കല്ലെങ്കിലും കൃത്യമായിട്ടുള്ള ടൈമിൽ വരുന്ന ഒരു സ്വഭാവമല്ലല്ലോ. ഒരുമാതിരി പേടിയുടെ ഇടയിൽ കയറി തോക്കൊണ്ട് വെക്കില്ലട്ടെ സുബി നീ. അടിപൊളി. എന്റെ മോന്റെ കയ്യിന്ന് പോയി തുടങ്ങിയല്ലോ. ആ പോട്ടെ, എല്ലാം പോട്ടെ. എടാ നീ കാര്യം പറയോ? നിനക്ക് പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലായില്ലേ സുമി? ആ അത്രേ ഉള്ളൂ. എടി ഞാൻ വിളിച്ചപ്പോ ഉണ്ടല്ലോ അവളെ ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ വിചാരിച്ച അവള് വീട്ടിൽ പോയത്. പിന്നെ സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോളും എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ സ്റ്റേഷനിൽ പോയി. അപ്പൊ കൊറേ പയ്യന്മാര്, പിന്നെ അവളുടെ അച്ഛൻ മേഴ്സിയുടെ. എന്നിട്ട് അവള് മിസ്സിങ്ങാന്ന്. അയ്യോ, അവളിത് എവിടെ പോയതാ? എടി അവളുടെ ഫോണിൽ നിന്ന് എനിക്ക് ഒരുപാട് കോള് വന്ന് പോലീസ് കണ്ടുപിടിച്ച്. അവസാനം പോലീസൊക്കെ എന്നോട് ചോദിച്ച് ഞാൻ നമ്മുടെ പ്രണയവും ഒളിച്ചോട്ടവും ഫോൺ കോളും ഒക്കെ പറഞ്ഞ്. അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു അവിടെ. അവസാനം എന്നെ പോലീസുകാരൻ വിളിച്ചോണ്ട് കൊണ്ടുപോയി. അയ്യോ, എന്നിട്ട് അയാൾ നിന്നെ തല്ലിയോ? തല്ലിങ്കിലോ എന്റെ പൊന്നു സുമി, തല്ലിക്കുണ്ടല്ലോ. തല്ലിന്ന് ഈ കുപ്പി മുഴുവൻ നീ തന്നെ അടിച്ച് തീർക്കുമായിരുന്നു. ആ സങ്കടം മാറിയതിന് എന്നെ കൊണ്ട് കുപ്പി അടിപ്പിക്കില്ലായിരുന്നു, ഇതല്ലേ? അതല്ലേ കറക്റ്റ്. ഇപ്പോഴാണ് നീ എന്റെ ബെസ്റ്റ് ആയത്. നീ കാര്യം പറയൂ. ഒരു പോലീസുകാരൻ പറയാ അവള് വേറെ അടുത്തിട്ട് കൂടെ ഒളിച്ചോടി പോയത്. എടി അവൾക്ക് ഞാൻ മാത്രല്ല അറിഞ്ഞോടി കാമുകന്മാര്. 5:05, 5:10, 5:15, 5:30 ഇങ്ങനെ കൃത്യനിഷ്ഠമുള്ള ഒരുപാട് പേരുണ്ടായിടി. ഞാൻ പാവം. എടാ നിനക്ക് അങ്ങനെ തന്നെ വേണം. നിന്നോട് ഞാൻ നിന്നെ ഇഷ്ടം പറഞ്ഞപ്പോ നിനക്ക് എന്ത് ജാടയായിരുന്നു. നീ എന്താ പറഞ്ഞ? ബെസ്റ്റ് ഫ്രണ്ടിന് ഒരിക്കലും കാമുകിയാവാൻ പറ്റില്ല അല്ലേ?
എടാ നിന്റെ ആ മേഴ്സി ഇല്ലേ, അവള് നിന്നോട് എന്ത് മേഴ്സി ഇല്ലാത്ത കാര്യമാണ് ചെയ്തിട്ട് പോയത്. എടാ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരു കാമുകിയാവാൻ പറ്റുള്ളൂ, നല്ലൊരു കാമുകിക്ക് നല്ലൊരു ഭാര്യ ആവാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലേ ലൈഫ് അടിപൊളിയേ പോവുള്ളൂ. എടാ നിന്റെ ഈ കാമുകി എന്ന് പറഞ്ഞാൽ അവളോട് പറയാത്ത എത്ര കാര്യം നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയല്ല. എടാ ഈ രാത്രി നിനക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ രാത്രി എന്റെ അപ്പന്റെ മിലിറ്ററി കോട്ട് എടുത്ത് ഞാൻ ഓടി വന്നില്ലേ, അപ്പൊ എനിക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് നീ ആലോചിച്ച് നോക്കിയേ. പക്ഷേ നീ ഒന്നും പറയണ്ട. നിനക്കൊരു കാര്യം അറിയോ, നീ എന്നെ അർഹിക്കുന്നില്ല. ഞാൻ പോവാ. നീ പോവല്ലേ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാണ്ട്. നീ പറഞ്ഞത് കാര്യമായിട്ടാണോ അതോ ഞാൻ ഈ വിറ്റും പുറത്ത് എനിക്ക് തോന്നിയതാണോ എന്തോ? അയ്യോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ആണോ? അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മ കല്യാണം കഴിച്ചാൽ അടിപൊളിയാണ്, നല്ല വൈബൊക്കെയാണ്. എന്റെ മോനെ ആദ്യം ഈ കുപ്പി മുഴുവൻ കുടിക്ക്, എന്നിട്ട് പോയി കിടന്നുറങ്ങ്. നമുക്കേ നാളെ സ്വബോധത്തിൽ കാണാം. നാളെ എപ്പോ? 5:05. 5:05? ഈ 5:05 എന്ന് കേൾക്കുമ്പോ എനിക്ക് ആ മൂദേവിനെയാണ് ഓർമ്മ വരുന്നത്. എടാ ജീവിതകാലം മുഴുവൻ എനിക്ക് ഈ 5:05 എന്നുള്ള സമയം കേട്ടാ അവളെ ഓർമ്മയുള്ളൂ. പക്ഷെ നാളെ മുതല് 5:05 എന്നുള്ള സമയം കേട്ടാ നീ എന്നെ ഓർക്കും. അങ്ങനെയാണോ? ഇനിയെങ്ങാനും നമ്മുടെ കല്യാണത്തിന് നിന്റെ തന്തച്ചട്ടി അങ്ങനെ സമ്മതിക്കാണ്ടിരിക്കുവോ? നീ പോടാ കള്ളൂടിയാ. ശരിക്കും ജലജ ടീച്ചറല്ലേ? അതെ, ആരാ? ഞാൻ പ്രതീഷ്, 2Bയിൽ പഠിക്കുന്ന പ്രണവിൻ്റെ ഏട്ടനാണ്. പ്രണവിന്റെ ചേട്ടനാ? വാ ഇരിക്കി. ഇല്ല, ഞാൻ നിന്നോണ്ട് ടീച്ചർ. ഇല്ല, താൻ ഇരിക്കും, എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട്. എന്നാൽ എൻ്റെ കാല് കഴിക്കും. ഇരിക്കും. ആണോ? ഇരിക്കാം. തന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണട്ടെ. എടോ പ്രണവ് എന്നല്ല അവനെ വിളിക്കേണ്ടത്, വല്ല ഏറുപടക്കുന്നാണ്. എടോ ഇത്ര തെറിച്ച ചെക്കനെ ഞാൻ എൻ്റെ ലൈഫ് കണ്ടിട്ടില്ല. ഒരൊറ്റ മിനിറ്റ് അടങ്ങിയിരിക്കില്ല. നിങ്ങൾ വല്ല സ്പ്രിംഗ് ആണോ അവന് തിന്നാൻ കൊടുക്കുന്നേ? അല്ല, അച്ഛനല്ലേ വിളിച്ചോണ്ടിരാൻ പറഞ്ഞേ, താൻ എന്താ വന്നേ? അച്ഛൻ വയ്യാണ്ട് വീട്ടിൽ കിടക്കാണേ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വന്നത്. എങ്ങനെ സുഖമല്ല ഉണ്ടാവും, ഇവനെയൊക്കെയല്ലേ നോക്കുന്നേ? അല്ല, താൻ ശരിക്കും അവൻ്റെ ചേട്ടൻ തന്നെയാണോ? അത് ഞങ്ങൾ ഒരു 15 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ടീച്ചറെ. ഒരു കുഞ്ഞനിയനാണ്. അപ്പോൾ ബെസ്റ്റ്. താനും അവനെ പോലെ തന്നെയായിരുന്നു കുഞ്ഞില് ഇതുപോലെ? അവൻ ഇത്രയ്ക്കും പ്രശ്നമാണോ ടീച്ചറെ? ആണോന്നോ? എടോ ഇന്നലെ ഞാനൊരു കേട്ടെഴുതിട്ടു, ആന മുട്ടാന്നാണ് ഇട്ടത്. അവൻ എഴുതി വെച്ചിരിക്കുന്ന ആനമട. ടീച്ചറെ, ഒന്നാമത്തെ കാര്യം ഈ കേട്ടെഴുതാൻ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇത്തിരി പുറകിലാണ്. അച്ഛനപ്പൂപ്പന്മാർക്കും എല്ലാവർക്കും ഒരു സംഭവം ഉണ്ട്. പിന്നെ അവൻ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ ടീച്ചറെ, കൊച്ചല്ലേ. നല്ല ബെസ്റ്റ് ചേട്ടൻ. എടോ താനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നോണ്ട് അവൻ ഇത്ര വഷളായേക്കുന്നേ. എടോ തനിക്കൊരു കാര്യം അറിയോ, നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2ാം ക്ലാസ്സുകാരൻ ഒരു കാമുകി ഉണ്ടായി. അതാരാൻ തനിക്കറിയോ? തൻ്റെ അനിയന്. അവന് ലൈനോ? പിന്നെ ഞങ്ങൾ കള്ളം പറയാണോ? അല്ല ടീച്ചറെ. എടോ താനൊന്നും മിണ്ടരുത്. തന്നെ തൻ്റെ വീട്ടുകാരി മടൽ വെട്ടി അടിക്കണം, എന്നാലേ നിങ്ങൾ നന്നാവും. നിങ്ങൾ നന്നായാലും നിങ്ങൾ ആ ചെക്കനെ നന്നാക്കും. വർത്താനം പറയില്ല ടീച്ചറെ. അവനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കാൻ ഉറങ്ങാം, ആ ഒരു സ്ഥലം മാത്രമാണ് വീട്. അവൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ടീച്ചറുടെ കൂടെയല്ലേ. അപ്പോൾ അവനൊരു വഷളത്തരം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, ഞങ്ങൾക്കല്ല. ഞാൻ പറയട്ടെ ടീച്ചറെ, ഇപ്പം തന്നെ ഒരു പ്രണയം ഉണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞു. അവൻ ആദ്യം ഓടി വന്ന് പറഞ്ഞത് ഞങ്ങളുടെ അടുത്തല്ല, ഏത് നിങ്ങളുടെ അടുത്താണ്. അപ്പോൾ നിങ്ങളാണോ പ്രശ്നം, ഞങ്ങളാണോ പ്രശ്നം? ഞങ്ങളാണോ പ്രശ്നം, നിങ്ങളാണോ? ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കും എൻ്റെ അച്ഛനും പാരമ്പര്യമായിട്ട് ആട്ടുകൃഷിയാണ്. രാത്രി ആടിനെ കെട്ടുന്നത് മാറ്റി കെട്ടും. മുട്ടനാട് ഇവിടെ, കൊറ്റിയാട് ഇവിടെ. അതുകൊണ്ട് എന്താ ഒരു പ്രശ്നമില്ല. അതെൻ്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. ടീച്ചർ അതുപോലെ പിള്ളേരെ ശ്രദ്ധിക്കണം, അപ്പോൾ ഒരു പ്രശ്നമില്ല. അല്ലാതെ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ. താനിപ്പോൾ എന്താ പറഞ്ഞു വരുന്നേ? എടോ ഈ സ്കൂളിൽ വന്നന്ന് എൻ്റെ സാരി പിടിച്ച് വലിച്ച വിത്താണ് അവൻ. തനിക്കറിയോ അത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എൻ്റെ ടീച്ചറെ, സംഭവം അവന് കുറച്ച് കുരുത്തക്കേടുണ്ട് എന്നും പറഞ്ഞിട്ട് എൻ്റെ അനിയനെ ഇത്രയ്ക്കും മോശക്കാരനാക്കല്ലേ ടീച്ചറെ.
അത് ശരിയല്ല. എടോ ഞങ്ങൾ ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഉള്ളത് പറയണ്ട. ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നാൻ ഇന്ന പ്രായം ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നിനും ഞാൻ ചെറുപ്പല്ലേ ടീച്ചറെ, അവനൊന്നും ഇത്തിരി നേരത്തെ തോന്നിപ്പോയി, അതിലിപ്പോൾ എന്താ തെറ്റ്? പിന്നെ ഞങ്ങളുടെ പിള്ളേരെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുമ്പോൾ അവരെ മിടുക്കരാക്കണതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക്. അതിന് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തുറന്ന് പറയണം, അല്ലാണ്ട് വീട്ടുകാരെ വിളിച്ചിട്ട് നിങ്ങൾ പള്ളു പറയല്ല വേണ്ടത്. ടീച്ചറെ ഒന്നും പറയണ്ട. ഇപ്പൊ തന്നെ അവനൊരു പ്രണയം വന്നപ്പോൾ ടീച്ചറെ അടുത്തല്ലേ വന്ന് പറഞ്ഞത്, ഞങ്ങളുടെ അടുത്തല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെയാണോ പ്രശ്നം നിങ്ങളുടെയാണോ? ഞങ്ങളുടെയാണോ പ്രശ്നം നിങ്ങളുടെയാണോ? ടീച്ചർക്ക് മനസ്സിലായോ? പിന്നെ എല്ലാ പിള്ളേരും ഇങ്ങനെ പഠിപ്പിസ്റ്റുകളാവണം നിർബന്ധം പിടിക്കരുത് ടീച്ചറെ. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഒരു കഴിവുണ്ട്. അത് ഞങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറിയാനുള്ള കഴിവ് ടീച്ചർമാർക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ലേ ഒരു ടീച്ചർ നൽകി ടീച്ചർ ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ എപ്പോഴും കുറ്റം പറയാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി മോശമാണ് ടീച്ചറെ. ടീച്ചർ ഒന്നും പറയണ്ട ടീച്ചറെ, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല, സമയവും ഇല്ല. എന്താ പ്രശ്നം എന്നറിയോ ടീച്ചറെ? മാതാ പിതാ ഗുരു ദൈവം അങ്ങനെയൊക്കെയാണ് നമ്മ പഠിച്ചിട്ടുള്ളത്. നമ്മ ടീച്ചർമാരെ ദൈവത്തെ പോലെയാണ്. അച്ഛൻ അമ്മ ആ സ്നേഹമാണ് നമ്മ അവർക്ക് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവരതുപോലെയാണ് നമുക്കും തരുന്നത്. ടീച്ചർ ഇനി ആ പിള്ളേർക്ക് ഇതുപോലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പിള്ളേരും ടീച്ചർ അതുപോലെ കാണും. ഞങ്ങളുടെ പിള്ളേർ നിങ്ങളുടെ പിള്ളേരെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അന്നേ ഞങ്ങളുടെ പിള്ളേർ നന്നാവത്തുള്ളൂ. പിന്നെ ഞാൻ ചെറിയ വായിൽ വലിയ വർത്താനം പറയാമെന്ന് വിചാരിക്കരുത്. എൻ്റെ അനുഭവം കൊണ്ടും എൻ്റെ മാഷന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഞാൻ ടീച്ചർ അടുത്ത് പറഞ്ഞ, ടീച്ചർ ചെറുപ്പല്ലേ, അപ്പം അങ്ങനെ പറയാൻ വന്ന ഒരു സന്ദർഭം വന്നു, അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ ടീച്ചർ. ഉത്തരവാദിത്തമില്ലാത്ത കുറേ കച്ചറകൾ, രണ്ട് ആത്മാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടിയിരിക്കണ പോലെ ഇരുത്തിയിട്ട് പോയിക്കാന്ന ആളുകൾ. നീ ഒന്ന് അടങ്ങ് പങ്കു, നമുക്ക് കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യാം. എലിസബത്തെ, നിനക്ക് ക്ഷമ കൂടുതലാ, അതുകൊണ്ടാ ഈ 22-ാം വയസ്സിൽ മഞ്ഞപ്പെട്ടിയിൽ പടായി കിടക്കുന്നത്. അല്ല എലിസബത്തെ, നിന്റെ ഒപ്പീസൊക്കെ നിന്റെ വീട്ടുകാർ മര്യാദയ്ക്ക് ചൊല്ലുന്നുണ്ടോ? എവിടെ, ഇനി മരിക്കുന്നതിന് മുന്നേ ഓഫീസിനുള്ളതും കുർബാനയ്ക്കുള്ള കാശൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം ചാവാൻ. അതൊരു നല്ലൊരു തീരുമാനമായി. നിന്റെ കല്ലറയുടെ സൈഡിൽ മൊത്തം പുല്ലാണല്ലോ പങ്കജാക്ഷ. ഈ പങ്കജാക്ഷരമുള്ള പേരും വെച്ചിട്ട് എനിക്കൊരു കല്ലറ തന്നെ വലിയ കാര്യം. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ ഇമാര് ഇതൊക്കെ കൂടി തെമ്മാടിക്കൂടി അടക്കും തന്നെ. ഞാനേ കുറെ കാലമായിട്ട് നിന്നോട് ചോദിക്കുന്നത് വെച്ചതാ, ആരെങ്കിലും പങ്കജാക്ഷ എന്നൊരു സത്യക്രിസ്ത്യാനിക്ക് പേരിടുവോ? ഞങ്ങൾ കൺവേർട്ടഡ് നസ്രാണികളാണല്ലോ, ഈ മതം മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പേര് കൺവേർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ആക്സിഡന്റിൽ മരിച്ചത്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണ്. എന്നിട്ട് നാട്ടുകാർ അങ്ങനെയൊന്നും അല്ലല്ലോ പറയണേ. നാട്ടുകാർ പിന്നെന്താ പറയുന്നത്? നീ എന്തോ പട്ടായെ പോയെന്നോ അവിടെ എണ്ണത്തോണിയിൽ മുങ്ങി മരിച്ചുന്നോ അങ്ങനെയൊക്കെയാ കേക്കണേ. ഈ നാട്ടുകാർ നാറുകൾക്ക് എന്താ പറഞ്ഞുണ്ടാക്കാൻ പറ്റാത്ത ഒരവസരം കിട്ടിയാണ്ടല്ലോ മുട്ടുകാലൊന്ന് കാക്ക പാറിപ്പോയിന്ന് വരെ അവർ പറയും. നിനക്കറിയാലോ, ഒരു നടനാവാൻ വേണ്ടി ആഗ്രഹിച്ച ആളാ ഞാൻ. എന്താണ് ആക്ടിങ്? Acting is behaving for a character in front of camera. A for acting, C for concentration, T for timing, O for observation, R for rhythm. ഏത് താളം. അത്ര വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായതാ. അവസാനം ഇപ്പം എന്തായി? മരിച്ചപ്പോൾ പട്ടായിൽ എണ്ണത്തോണിൽ മുങ്ങി മരിച്ചു എന്നായി നാട്ടുകാർ പറയണം. യോഗമില്ല. അല്ല, നിന്നെ പറ്റിട്ട് ചില കാര്യങ്ങൾ വെളുത്ത് മാറുന്നുണ്ടല്ലോ. എന്ത് കഥ? അല്ല, നീ മരിച്ചിട്ട് നിന്റെ റൂം വൃത്തിയാക്കിയ വേലക്കാരി ത്രേസ്യാമിക്ക് അവിടെ നിന്ന് മുത്തുച്ചിപ്പിയോ ഫയറോ എന്താ കിട്ടിയെന്നോ, പിന്നെ അതിൽ നീ അണ്ടർലൈൻ ചെയ്ത് ചില വരികൾ എഴുതിയിട്ടുണ്ടെന്നോ അങ്ങനൊക്കെ ഒരു മൊത്തത്തിൽ കേൾക്കുന്നു. നോണയാണെന്ന് എനിക്കും അറിയാം, പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. പിന്നെ നീ ആയിരിക്കും അത് ആദ്യം പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. എനിക്ക് നിന്നെ ചെറുപ്പം മുതൽ അറിയാടാ. ഈ പഞ്ചായത്തിൽ നിന്റെ അത്ര വലിയ തള്ളിസ്റ്റ് വേറെ ആരുമില്ല. നീ അപ്പ എന്നെ അങ്ങനെയാ കരുതിക്കണേ? അതെ. എടി, ആത്മാവായ കുറച്ച് നന്ദി വേണം. നീ മരിച്ച് 3-ന്റെ അന്ന് നിന്റെ ഭർത്താവ് നിന്റെ കൂട്ടുകാരനെയും വളച്ച് കല്യാണം കഴിച്ചപ്പോൾ പട്ടി മൂങ്ങുന്ന പോലെ നീ ഇരുന്ന് മൂങ്ങിയില്ലേ കല്ലറയില്? അപ്പൊ ആരുണ്ടായിടി കുന്തിരിക്കും പോയിക്കാൻ? ഞാനല്ലേ ഉണ്ടായുള്ളൂ, അല്ലേ?
നിന്റെ തന്ത നിന്റെ ശവപ്പെട്ടിയിൽ വെക്കാൻ വെച്ച പൂവ് വികാരിയച്ഛനെടുത്ത് ഔസേ പിതാവിന്റെ പെട്ടിയിൽ കൊണ്ട് വെച്ചപ്പോ അന്നും നീ മോങ്ങിയിരുന്നു. അന്നും ആരുണ്ടായേ? നീ. ആണല്ലോ. ആ ആ അണ്ടിയോടെടുത്തപ്പോ ഞാൻ ആഭാസൻ, നീ കുലസ്ത്രീ. എടാ, എനിക്ക് എല്ലാത്തിനും ചെറുപ്പം തൊട്ട് നീയല്ലേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ദേഷ്യം വന്നാലും തീർക്കുന്നത് നിന്നോട്, എനിക്ക് സന്തോഷം വന്നാലും ഷെയർ ചെയ്യണ നിന്റെ അടുത്ത്. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കിയേ, ഓജോ ബോർഡിൽ എൻ്റെ അപ്പുറത്ത് വരുത്ത പിള്ളേർ വിളിച്ചപ്പോ ഞാൻ കൂട്ടിന് ആരെയാ വിളിച്ചേ? നിന്നെയല്ലേ. എന്നിട്ട് കല്യാണം വന്നപ്പോ നീ എന്തെന്നെ കെട്ടാഞ്ഞ്? അത് അത് പറ. എടാ, അത് വേറൊന്നുമല്ല. ആ എടാ, എനിക്ക് പേടിയായിരുന്നു. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല നിനക്ക് എന്നെ അങ്ങനെ ഇഷ്ടമാണോന്ന്. എന്നിട്ട് ഇപ്പൊ ഒരു പേടിയില്ലല്ലോ. ഇപ്പൊ എന്ത് പേടിക്കാൻ? നീയും വെട്ടിയില്, ഞാനും വെട്ടിയില്. ഇനി ആരെ പേടിക്കാൻ, എന്ത് പേടിക്കാൻ? ഈ ധൈര്യം അന്ന് നീ കാണിച്ചിരുന്നെങ്കിൽ ആ നാറിയെ കെട്ടേണ്ട വല്ല കാര്യം വരുമായിരുന്നു. ദേ, എന്റെ പിള്ളേരുടെ അച്ഛനെ നാറിന്ന് വിളിക്കരുത്. ആഹാ, മറുകണ്ഠം ചാടിയല്ലോ നീ. ആ, ചാടും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആ നാറി അല്ല ആ നല്ലവനായ ഉണ്ണിയെ കളഞ്ഞിട്ട് നീ എന്നെ കെട്ടു. എനിക്കറിയാം നിനക്കതിന് ഉത്തരം ഉണ്ടാവില്ല. അതുപോട്ടെ, ഈ നമ്മളെ വിളിച്ചു വരുത്തിയ നാറുകൾ എന്തേ? എനിക്ക് തോന്നുന്നില്ല ഇനി അവര് വരുന്നു. നമുക്ക് പോയാൽ. എടാ, ഇച്ചിരി നേരം കൂടി ഇരിക്കാടാ. നിനക്ക് എന്ത് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനല്ല, പിന്നെ ചോദിക്കാനോ? എന്ത്? എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നതിന് മുന്നേ എന്തിനാ എന്നെ ഒഴിവാക്കിയെന്ന് എൻ്റെ കെട്ടിയവനോടൊന്ന് പോയി ചോദിക്കാൻ പറ്റുമോ എന്ന് അറിയാനാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഇതധികം ചോദിക്കാനൊന്നുമില്ല. നിനക്ക് ആശ്വാസം കിട്ടാൻ ഈ ഒരു കാര്യം മാത്രം മനസ്സിലോർത്താൽ മതി. എന്താ? നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നുന്ന പലർക്കും നമ്മ പ്രിയപ്പെട്ടവരല്ല. അത് നമുക്ക് മനസ്സിലാകുന്ന എപ്പോഴാണെന്ന് അറിയും, നമ്മ തട്ടിപ്പോയി കഴിയുമ്പോൾ. അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ നിനക്ക് പിന്നെ ഇങ്ങനെ ഒരു വിഷമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പോവാം. കാരണം ഇനിയും മരിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ ഇതുപോലെ സംസാരിക്കാൻ നിന്ന് പിന്നെന്താ അർത്ഥമുള്ളത്? ഒന്നിനും വാ. അവരാരും വരാൻ പോകണമെന്നില്ല, അല്ലെങ്കിൽ ആർക്കും ആരും വേണ്ട. അത് ജീവിച്ചിരുന്നാലും ശരി, നമ്മൾ മരിച്ചാലും ശരി. പോവാ, പോവാടാ. ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇലക്ട്രീഷ്യൻ സാമൂല്. നമ്മുടെ ലൈറ്റ് കത്തുന്നില്ലെന്നോ ഫിലമെന്റ് അടിച്ചു പോയെന്നോ അന്തോസേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പനോട് കല്യാണത്തിന് പോയേക്കുവാ. ആണോ? അപ്പൊ ഡിസിച്ചിയോ? അമ്മയും പോയി. അയ്യോ, അന്ന് ഞാൻ പോയിട്ട് പിന്നെ വരാം, അത് നല്ലത്. വേണ എന്നാത്തിനാ? സാമൂല് വാ, ശരിയാക്ക. ആണോ? ആ വാ. സിസ്റ്റർ ലീവിനൊന്നായിരിക്കും അല്ലേ? ആ, വലിയപ്പന്റെ മോന്റെ പട്ടം. ഏത്? നമ്മുടെ ജെയിംസ് അച്ഛന്റെ? ആന്നേ. അതെനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. സാമൂല് കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? സിസ്റ്റർ, ഇവിടുത്തെ മെയിൻ സ്വിച്ച് എവിടെയാ? സാമൂലിനല്ലേ ഇവിടുത്തെ വയറിംഗ് ഒക്കെ ചെയ്തേ, എന്നിട്ട് മറന്നോ? നമുക്ക് ഡെയിലി എത്ര വീട് കയറുന്നത്, നമുക്ക് എങ്ങനെ ഓർമ്മ വരാനാ? സിസ്റ്റർ പറ. മറവി അത്ര നല്ല സ്വഭാവം അല്ല കേട്ടോ സാമൂല്. എന്റെ പൊന്നു സിസ്റ്ററെ, ചില നേരത്തെ ഉണ്ടല്ലോ മറവി നല്ലതാ. മനസമാനത്തോടു കൂടി നമുക്ക് കിടന്ന് ഉറങ്ങാലോ. സാമൂല് നല്ല ഫിലോസഫി ഒക്കെ ആണല്ലോ. ഉവ്വ, നിങ്ങൾക്ക് മാത്രല്ല നമുക്കും പറ്റും സിസ്റ്ററെ. ഏയ് കിട്ടിട്ടാ. സിസ്റ്ററേ, ഫ്ലിക്കർ അടിക്കുന്നുണ്ട്. പ്രശ്നമാണ്. ഫാനും പോയി. പണിയുണ്ട് സിസ്റ്ററേ. സാമ്പൂലെ, ഓ, ഇതാ വെള്ളം.
എത്ര ആഴ്ചത്തെ ലീവ് ഉണ്ട് സിസ്റ്ററെ? 2 ആഴ്ചത്തെ. അപ്പൊ അടിച്ചു പൊളിക്കാലോ സിസ്റ്ററിന്. എന്ത് പൊളി സാമ്പോലെ, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയല്ലേ. സിസ്റ്ററായിട്ട് തെരഞ്ഞെടുത്തല്ലേ, പിന്നെ എന്താ കുഴപ്പം? അതിലെനിക്ക് കുറ്റമൊന്നുമില്ല. പിന്നെ ഒരു കുഴപ്പമില്ല. സിസ്റ്ററെ ഇതൊന്നും പിടിച്ചോ, ഞാൻ ആ ലാടെടുക്കാൻ മറന്നുപോയി. സൂക്ഷിച്ചു പിടിക്കണേ. അതിനെന്താ സാമ്പോലെ? എവിടെ? ഇതെന്താ ഇവിടെ ഉണ്ട്? എന്താന്ന് അറിയത്തില്ല, 2 ദിവസമായിട്ട് ഇറങ്ങുന്നില്ല. സിസ്റ്ററെ ഓ, ഇത് മൊത്തം പോയി എടുക്ക. ഈ കാണുന്ന ഈ പെയിന്റ് മാത്രമുള്ള സിസ്റ്ററെ. എനിക്ക് തോന്നുന്നു എന്റെ കപ്പാസിറ്റർ പോയിന്നാ. നന്നാക്കാൻ പറ്റുമോ? നോക്ക, ശരിയാക്കി തരാം. സാമൂല് കൈ വെച്ചതൊന്നും പാളിയിട്ടില്ല. പിടിക്കണേ സിസ്റ്ററെ. ആ, പിടിച്ചിട്ടുണ്ട്. സിസ്റ്ററെ, സിസ്റ്റർ, അയ്യോ. സിസ്റ്ററെ, സിസ്റ്ററെ സോറി സിസ്റ്ററെ, അറിയാണ്ട് പറ്റിപ്പോയതാ സിസ്റ്ററെ. ഇതേ കാലൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയി. ഞാൻ കരുതി കുട്ടിയല്ല സിസ്റ്ററെ. ഞാനൊന്നും പറയണ്ട. അങ്ങനെ പറയില്ല സിസ്റ്ററെ. സിസ്റ്റർ തനിച്ചാക്കിട്ട് ഞാൻ എങ്ങനെ പോകും? സിസ്റ്ററെ, ഇത്രയും നാളത്തെ എൻ്റെ പണിയിൽ ഇതുപോലത്തെ അനുഭവം ആദ്യമായിട്ടാ സിസ്റ്ററെ. സിസ്റ്ററെ കസേരയ്ക്ക് അറിയില്ലല്ലോ. അയ്യോ സിസ്റ്ററെ, കർത്താവാണ് സത്യം സിസ്റ്ററെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. കസേരയ്ക്ക് അറിയില്ലല്ലോ ഇത് സിസ്റ്ററാണെന്നും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്നോ. സിസ്റ്ററെ, ഒരു കാലബദ്ധം. താൻ എന്താ ചെയ്തെന്ന് എനിക്കറിയോ? താൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? സിസ്റ്ററെ, ഞാൻ പറഞ്ഞില്ലേ, നോക്ക്, വീണപ്പോ അറിയാതെ ചുണ്ടും ഉരസിപ്പോയി. ചെറിയൊരു കാലബദ്ധം. പ്ലീസ് സിസ്റ്ററെ. എടോ ഞാനൊരു കന്യാസ്ത്രീ അല്ലേ, താൻ എന്തിനാടോ എന്നെ ഉമ്മ വെച്ചത്? സിസ്റ്ററെ പറഞ്ഞു ഈ സംഭവം വലുതാക്കല്ലേ. സിസ്റ്റർ കന്യാസ്ത്രീ അത് കസേരയ്ക്ക് അറിയില്ലല്ലോ. എന്റെ കർത്താവേ, മദർസുപ്പുരയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? സിസ്റ്ററിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ തോന്നും ഞാൻ സിസ്റ്ററിന്റെ ചുണ്ട് കടിച്ചു പിടിച്ച് തിന്നു. ഒന്നും പറയണ്ട സിസ്റ്റർ എന്നെ ടെൻഷൻ ആക്കല്ലേ. ഓടോ സിസ്റ്ററെ. എടോ, ഞാൻ കർത്താവിന്റെ മണവാട്ടിയാണ്. ഞാൻ ഇനി എങ്ങനെ കർത്താവിന്റെ മുഖത്ത് നോക്കും? സിസ്റ്ററിന് കർത്താവിന്റെ മുഖത്ത് നോക്കണതാണോ മദർ സുപ്പീരിയന്റെ മുഖത്ത് നോക്കണതാണോ പ്രശ്നം? ഇപ്പോ രണ്ടും. സിസ്റ്ററെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ഇതിനെ പറ്റിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തനിക്ക് എങ്ങനെ പറയാം? നഷ്ടപ്പെട്ടത് എന്റെ പവിത്രതയാണ്. സിസ്റ്ററിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആപത്തിൽ പാപമില്ലാന്ന് സിസ്റ്റർ കേട്ടിട്ടില്ലേ? അതിനങ്ങനെ കണ്ടാൽ മതി സിസ്റ്ററെ. ഒന്ന് കുമ്പസാരിച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇല്ല, എനിക്ക് പറ്റില്ല. തന്നെ മനഃപൂർവ്വം വെച്ചാല് സത്യം പറ. സിസ്റ്ററെ, തമ്പുരാൻ പൊറുക്കില്ല കേട്ടോ. ഇതൊരു ആക്സിഡന്റിൽ നടന്ന കാര്യമാണ്. സിസ്റ്റർ അതിനെ അങ്ങനെ കണ്ടാ പോരെ. തനിക്ക് എന്തും പറയാം. നഷ്ടപ്പെട്ടത് എനിക്കല്ലേ, പോയത് എന്റെ കന്യകത്വമല്ലേ? സിസ്റ്റർ, ഇത് എങ്ങോട്ടേക്ക് കയറി പോകുന്നേ? ഈ ഒരു ചെറിയ പ്രശ്നം, ഞാൻ പറഞ്ഞല്ലോ ഇത് ആക്സിഡന്റിൽ നടന്ന ഒരു കാര്യമാണെന്ന്. സിസ്റ്ററെ, നിങ്ങൾ ഇങ്ങനെ കരയല്ലേ? സിസ്റ്റർ അറിയാൻ വേണ്ടി ഞാനൊരു വലിയൊരു തത്വം പറയാം. എന്തോ? ഈ ഉമ്മകള് പലവിധമുണ്ട്. ഇപ്പോ പിള്ളേർ ഉമ്മ വയ്ക്കില്ലേ, അതെന്തുകൊണ്ടാ? ഒരു വാത്സല്യം കൊണ്ടല്ലേ. ഞാൻ പിള്ളേരല്ല, ഒരു കന്യാസ്ത്രീയാണ്. ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതുപോലെ നമ്മുടെ അപ്പനെ അമ്മനും ഉമ്മ വയ്ക്കില്ലേ, അതെന്തുകൊണ്ടാ? അതൊരു സ്നേഹം. അതുപോലെ നമ്മുടെ ഭാര്യമാരെ ഉമ്മ വയ്ക്കും. ഭാര്യമാരല്ല, ഭാര്യനെ. അതെന്താ? അതൊരു പ്രണയം. അപ്പോ ഈ അതുപോലെ ഒരു സാഹചര്യത്തില് അതൊക്കെ ശരിയാണ്. എന്നാൽ താൻ എന്നെ വെച്ച് ഈ ഉമ്മ ഞാൻ ഏത് കണക്ക് കൊള്ളിക്കും? സിസ്റ്ററെ, നിങ്ങളൊന്ന് അടങ്ങ്. എല്ലാ ഉമ്മയുടെ പിറകില് ഒരു ഉദ്ദേശമുണ്ട്. ഈ ഉമ്മയ്ക്ക് പിന്നില് ഒരു ഉദ്ദേശം ഇല്ലാത്ത കാരണം ഈ ഉമ്മ അസാധുവാണ്. ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസിക്കൽ ടു പോസിറ്റീവ് കേട്ടിട്ടില്ലേ? ആണോ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ കുമ്പസരിച്ച പൊക്കോളൂല്ലേ? പിന്നെ വാ കഴിക്കാൻ പോലും പോവും. പിന്നെയാ കുമ്പസാരം. ഉറപ്പാണോ? ഉറപ്പ്. പത്രോസ്, അന്ത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ബർത്തലോമിയ, പീലിപ്പോസ്, മത്തായി, തോമസ്, യൂദാസ്, ഇവരാണ് സത്യം. പോയിക്കോളും. യേശു ക്രിസ്തു ആണ് സത്യം. എന്നാ ഓക്കെ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ സിസ്റ്ററെ. ഫാനിന്റെ കപ്പാസിറ്റർ ഞാൻ സിസ്റ്റർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ശരിയാക്കി തരാം. മനപ്രയാസമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. പോട്ടെ സിസ്റ്ററെ. പിന്നെ എഴുതാൻ മറക്കരുത്. അപ്പോ സാമുവൽ പറഞ്ഞ എല്ലാം എനിക്ക് മനസ്സിലായി. ഉമ്മകളുടെ മനഃശാസ്ത്രം എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ? താൻ എന്നെ ഉമ്മ വെച്ചതിന്റെ ഇടയ്ക്ക് എന്റെ ചന്തിക്ക് കയറി പിടിച്ചെന്തിനാ? അതിന്റെ ക്ലാരിഫിക്കേഷൻ കൂടി തന്നിട്ട് പോവോ?
എന്താ ചോദിച്ചാലും സമയമില്ല, എപ്പോ വിളിച്ചാലും ബിസി. പക്ഷെ നിന്റെ ഫ്രണ്ട്സിനോട് ഫുൾ ടൈം കള്ളൂടിയും വെള്ളടിയും ട്രിപ്പടിയും ഒക്കെ അല്ലേ? നീ ഇത്ര ക്രൂരായിട്ട് എന്നോട് സംസാരിക്കരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ ബർത്ത്ഡേക്ക് ഒരു വലിയ ചോക്ലേറ്റ് ബോക്സ് ഒക്കെ എത്തിച്ചിരുന്നല്ലോ, അതിനെ പറ്റി എന്തെങ്കിലും മെൻഷൻ ചെയ്യണ്ട. എടാ, എന്റെ ബർത്ത്ഡേക്ക് നമ്മൾ എങ്ങോട്ട് ട്രിപ്പ് പോകുന്നാ പറഞ്ഞേ? അത് പിന്നെ എന്നൊരു സ്ഥലമില്ല, നമ്മള് വീഗാലാൻഡിലോട്ട് പോകുന്നാ പറഞ്ഞേ. അത് ഞാൻ നിഷേധിക്കുന്നില്ല. നിഷേധിക്കണ്ട. കാരണേ നീ നിന്റെ കൂട്ടുകാരന്റെ കല്യാണ വീട്ടിൽ പോയി അവിടെ നിന്ന് ജവാനും അടിച്ച് വെളിവും ബോധവും ഇല്ലാതെ കേട്ടാ നിന്ന് എന്റെ 150 മിസ് കോള് കണ്ടപ്പോ നിന്റെ കൂട്ടുകാരൻ, അതായത് കല്യാണ ചെക്കൻ, അവനാണ് എനിക്ക് ചോക്ലേറ്റ് ബോക്സ് അയച്ചു തന്നെ. എന്നിട്ട് ഇപ്പൊ അതിന്റെ അവകാശം എന്ന് പറഞ്ഞ് വന്നേക്കുന്നേ. പിന്നെ കല്യാണമല്ലേ? കല്യാണം അല്ലേ? ഓ, ഹലോ Edo, I'm sorry. I can't make it today. എടി, ഇതിപ്പോ 3ാമത്തെ ഡേറ്റിംഗ് ആണ്. നീ ഇപ്പൊ വരാന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുന്നേ. എനിക്ക് വേറെ ജോലി കഴിഞ്ഞിട്ടല്ല ഞാൻ ഈ വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്ക്. എന്റെ വർക്ക് അത്ര ഹെക്ടിക്കാണ്, തനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേണ്ട, ഇനിയിപ്പം മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഈ റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എനിക്കും സെൽഫ് റെസ്പെക്ട് ഇത്തിരി കൂടുതൽ തന്നെയാ. കൂടുതലാന്ന് പറഞ്ഞാൽ ഇച്ചിരി അധികം കൂടുതൽ തന്നെയാ. സത്യം പറയാലോ, നിന്നെയൊക്കെ നോക്കി എന്റെ ഇത്രയും സമയം ഞാൻ വെറുതെ കളഞ്ഞു. ഇനി നിന്നോടൊക്കെ പ്രേമമില്ല, ഒരു കോപ്പുമില്ല. എന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നിന്നെ പ്രേമിക്കാൻ ചെറുപ്പക്കാരുടെ ക്യൂ ആണ്. തള്ളുമതിയാക്കി ആടാ, ഉണ്ടാവില്ല. ചെറുപ്പക്കാരുടെ ക്യൂ അല്ല, നല്ല വെയിറ്റ് ചെയ്ത ആൾക്കാർ നിൽക്കുന്നുണ്ടോ? കാണണോടാ, നിനക്ക് കാണണോ? കാണണം. ആഹാ, നീ പോകുന്നതിന് മുന്നിലേ ഈ കഫേന്ന് ഞാൻ ഒരു ബോയ് ഫ്രണ്ടിനെ സെറ്റ് ആക്കോടാ. എന്നാ ഞാൻ നിന്നെ സമ്മതിക്കാം. ആഹാ, പ്രേമെന്ന് പറഞ്ഞിട്ട് എല്ലാ ഡേറ്റിംഗ് ആപ്പുകളും കൂടി എന്നെ പറ്റിച്ചു. എന്തിനാണാവോ ഇങ്ങനെ? ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുമില്ല, ഒരു മിറിൻ്റെയും ഇല്ല. നിന്നെ മായുമില്ല, പെണ്ണുമില്ല, ഇനി രണ്ടും ആരുമില്ല ഇനി. ഗേൾഫ്രണ്ട് ഉണ്ടോ? ആ പുഷ്പമേ അധിക തുങ്കപദത്തിന് എത്രയോ രാത്രി കണക്കെ ശോഭിച്ചിരുന്നു. ഗേൾഫ്രണ്ട് ഇല്ല. അപ്പൊ അവിഹിതം? അത് പാടാനുള്ള കവിതയും ഇല്ല, അവിഹിതവും ഇല്ല. എന്നാ നമുക്ക് പ്രേമിച്ചാലോ? ഇത്ര പെട്ടെന്ന്? ടൈമില്ല, പെട്ടെന്ന് പറ. പിന്നെന്താ, പ്രേമിക്കാം. എണീച്ചെന്നെ എനിക്കോ? പിന്നെ ഷുവർ. Tak thi thin, tak thi, 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 tak thi thin, tak thi. ജനഗണമന കഴിഞ്ഞു, ഇരിക്കാം. എടോ, താങ്ക് യു. ശേ, അതിനൊക്കെ എന്തിനാ ഇത്ര ഫോർമാലിറ്റി? അതൊന്നും കാര്യമാക്കാനില്ല. അതല്ല, തമാശക്കാണെന്ന് അറിഞ്ഞിട്ടും താൻ എനിക്കൊരു കമ്പനി തന്നല്ലോ. തമാശക്ക് അപ്പൊ വീണ്ടും തേപ്പാ. ഞാൻ തമാശക്കൊന്നും അല്ലായിരുന്നു. അല്ല, ഞാൻ തമാശക്ക് പറഞ്ഞാ. അല്ല, ഞാൻ തമാശക്കല്ല, ഞാൻ സീരിയസ് ആയിരുന്നു. അയ്യോ, പണി പാടിയോ? പാളി, ശരിക്കും പാളി.
എടോ ഇങ്ങനെയൊക്കെ ഒരാൾ എങ്ങനെയാണോ പ്രേമിക്കുന്നത്? അതിനൊക്കെ ഒരു ചിട്ടയും വട്ടൊക്കെ ഇല്ലേ? ഒന്ന് സെറ്റ് ആവണ്ടേ നമ്മൾ തമ്മില്? ഇങ്ങനെയൊക്കെ പ്രേമിച്ചാൽ എന്താ? ദേ ദേ പെണ്ണെ വെറുതെ മിറിന്റെയും കുടിച്ച് ഇവിടെ മായം കുടിച്ചിരുന്ന എന്നെ വിളിച്ചിട്ട് ബിരിയാണി ഇല്ലാന്ന് പറഞ്ഞാണ്ടല്ലോ. ഒരു എക്സാമ്പിളിന് എനിക്ക് ഏറ്റവും ഇഷ്ടം പട്ടിയാളെയാണ്. തനിക്ക് പട്ടിയാളെ ഇഷ്ടമാണ്? എടി നിന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഏത് പട്ടീനെ ഇഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്, അറിയോ? പിന്നെ അത് മാത്രമല്ല, എൻ്റെ അമ്മാവൻ്റെ പേര് കൈസർ എന്നാണ്. പുള്ളിക്ക് ഒരു 11 പട്ടികളുണ്ടായിരുന്നു. കൂടാതെ അച്ഛനും ഒരു പട്ടിയുണ്ട്, അറിയോ? തോന്നിയായിരുന്നു? എന്ത്? അല്ല, പട്ടിയാളെ ഇഷ്ടമാണെന്ന് തോന്നിയായിരുന്നു? എനിക്കിഷ്ടാ. ഒരു എയർ റൂട്ട് ബിസ്ക്കറ്റും 2 തലോടലും കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹത്തിന് വേണ്ടി ജീവിതാവസാനം വരെ വാലാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ എന്തോ എനിക്ക് ആ ബിസ്ക്കറ്റും ഇഷ്ടമല്ല, അവിറ്റങ്ങളും ഇഷ്ടമല്ല. ഞാൻ കണ്ടാ കല്ലെടുത്തെറിയും. അതുകൊണ്ടാണോ പട്ടിയാളെ ഇഷ്ടമല്ലാത്ത? അതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഒളിച്ചുകൊണ്ട് ചിരിക്കാറുമില്ല, മോഹിച്ചുകൊണ്ട് വഞ്ചിക്കാറുമില്ല. ഇതെവിടെയോ അതിപ്പം മനുഷ്യന്റെ ഭാഷ എല്ലായിടത്തും ഒരുപോലെയല്ലേ, കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ല. എന്റെ വിൻസിമോളെ നീ അത് വിട്. വിൻസിമോൾക്ക് എത്ര കുട്ടികളുണ്ട്? വാട്ട്? അല്ല, വീട്ടില് എത്ര പട്ടിക്കുട്ടികളുണ്ടെന്ന്. ഓ അങ്ങനെ. എന്റെ വീട്ടിലൊരു കുഞ്ഞു ഡോഗാണോ? കുഞ്ഞാ? അല്ല അത് പോട്ടെ, ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി ആരാ? എനിക്ക് എസ് ജാനകി. എസ് ജാനകി? വാട്ട് എ സർപ്രൈസ്. എന്റെ അമ്മയുടെ പേര് എസ് ജാനകി എന്നാ. എസ് ഇല്ല, ജാനകി എന്നാ. അയ്യോ, അമ്മയ്ക്ക് വേണ്ടി ഒരു പിച്ച്, സെയിം പിച്ച്. ഞാൻ പറഞ്ഞില്ലേ നമ്മ അമ്മേന്റെ മാച്ചാന്ന്, ഞാൻ പറഞ്ഞില്ലേ മാച്ചാന്ന്, അതാണ്. എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ശരിയാവുന്നു. ഈ പിച്ച് ചെയ്തോ? അതൊക്കെ ശരിയാവും, കുറച്ചേരം പാട് പോകും. പാടുന്നവിടെ അതല്ല, പിന്നെ നമ്മൾ തമ്മിലുള്ളത്. നമ്മ തമ്മിലൊക്കെ ശരിയാവും. കുറച്ചും കൂടി നമ്മ ഇതിനു വേണ്ടിട്ടൊന്ന് കഠിന പ്രയത്നിച്ചാൽ എങ്ങനെ ഇരിക്കും? മനസ്സിലായില്ല. മനസ്സിലായില്ല എന്ന് പറഞ്ഞ, അതായത് ഇപ്പൊ ഒരു ട്രിപ്പൊക്കെ പോയി ജോളിയൊക്കെ അടിച്ച് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ വിൻസി മോൾക്ക് എന്നോട് ചെറിയൊരു ലെപ്പൊക്കെ തോന്നില്ലേ? ഇത് എനിക്ക് ജോലിയാവുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇപ്പൊ ഇതൊക്കെ മാറ്റിക്കളാം, എന്നിട്ട് നമുക്കൊരു കോഫി കുടിച്ചാലോ? ഞാൻ കോഫി കുടിക്കാറില്ല. വേണ്ട, എന്റെ വിൻസി മോൾക്ക് വേണ്ടി ടീ ഓർഡർ ചെയ്യും. ടീയും കുടിക്കാറില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനങ്ങളും കഴിക്കാറില്ല. വേണ്ട, നമുക്ക് ഒരു മിറിൻഡ കുടിച്ചാലോ? മിറിൻഡ അല്ല, മായാണ്. നായിന്റെ മോനെ ഞാൻ. ചുമ്മാ പേടിപ്പിക്കാൻ. എനിക്കങ്ങനെ ദേഷ്യം വരില്ല. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മൾ തമ്മിൽ ചേരില്ലാന്ന്? ദൈവമേ, ഈ വഞ്ചി കടൽ വിട്ട് പോവാണല്ലോ കയ്യിൽ നിന്ന്. ഒരു മിനിറ്റ്. അതെ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഹായ്. എനിക്കെല്ലാം പറഞ്ഞു തന്നു. ശരി. ഓക്കെ, നമുക്കൊരു ട്രിപ്പ് പോവാം. അല്ല, നമുക്കിതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാം. ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാം നമുക്ക്. അതെന്താണെന്നറിയോ, ഇനിയൊരു വേറൊരു ട്രിപ്പൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും, നമ്മൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ദുസ്വപ്നമായിട്ട് ഞാൻ മറന്നു കൊള്ളാതെ. അതാണ്. സീരിയസ് ആയിട്ട് പറയാണോ? വളരെ ഡാം ഷുവർ സീരിയസ് ആണ്. നീ മരിച്ചതായി ഞാനും, താൻ മരിച്ചതായി താനും കരുതുക. പിന്നെ ഞാൻ ചുംബിച്ച ചുണ്ടുകൾ, അത് വേണ്ട. അപ്പൊ എന്തായാലും പോവല്ലേ? ഓക്കെ, ശരി എന്നാ. ബൈ. ബൈ. എന്തായാലും അവള് വരുന്നതോടുകൂടി
എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. അല്ലെങ്കിൽ ഇവളും അവളും ഒക്കെ കൂടി ബോയും കളിച്ച് നമുക്കൊട്ട് താല്പര്യമില്ല. നമ്മളാരാ മോൻ? ബേബ്സ്, എടോ, തനിക്കായിരുന്നു ഞാൻ നേരത്തെ വിളിച്ചത്. ആള് മാറിപ്പോയപ്പോ ഒന്ന് പറയായിരുന്നില്ലേ? ആള് ഉണ്ടാ, താനായിട്ടൊന്നും എന്നെ ഒരു ബന്ധമില്ല. ഞാൻ എന്റെ കസിനെ പിക്കാൻ വിളിച്ചതാ. നമ്പർ കറക്റ്റ് തന്റെയിലേക്ക് മാറിപ്പോയി. ശരി എന്നാ. ഈശ്വരാ, ഇതിപ്പോ അവളും പോയി, ഇവളും പോയി. എന്റെ മിറിന്റെ അല്ല മായ മാത്രം. അയ്യോ, മര്യാദ കൊച്ചു പറഞ്ഞതായിരുന്നു ഇഷ്ടാതെ ട്രിപ്പ് പോവാത്. അപ്പൊ എനിക്ക് എല്ലിന്റെ ഇടയിൽ കുത്തല്. പയ്യെ ഈ അബദ്ധമൊന്നും കാണിക്കല്ലേ. അല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് സേഫ് ആയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന അങ്ങനെ കള്ളനല്ലേടാ നീ? മേ ബി ഐ തിങ്ക് സോ. ചെറിയ രീതിയിൽ. എന്താ അത്? അയ്യോ കുട്ടി, എന്തിനുള്ള പുറപ്പാട് ഇത്? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം. മോളെ, പോലീസിനെ എനിക്ക് അവരെ ഇഷ്ടമല്ല. അവരെ വിളിക്കണ്ട. നോക്കൂ ദേ, 2 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കഴിക്കോലില് മോള് വാഴക്കൊലാണോ പോലെ ഇങ്ങനെ കിടന്ന് ആടിയനെ. അപ്പൊ ഞാനല്ലേ പോലീസിനെ വിളിക്കേണ്ടി എന്നെ നിറക്കോ താഴെ? എങ്ങനെയാ കേറി അതുപോലെ അങ്ങോട്ട് ഇറങ്ങിയാ മതി. കേറിയ പോലെ ഇറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. ഒന്ന് ഇറക്കോ? ഇല്ല. ടെൻഷൻ ഉണ്ടോ കുട്ടിക്ക്? എനിക്കെന്തിനാ ടെൻഷൻ? ശരിയാണല്ലോ, കുട്ടിക്ക് എന്തിനാ ടെൻഷൻ? നല്ല കമ്മലാകുമോ ഇത്? മുത്തും പവിലോ അതോ പുഷ്യരാകുമോ? നീ പോടാ കാലാ. ഇംഗ്ലീഷ് കുട്ടി ട്രൗസറോട്ട് ഇറങ്ങിയേക്കാം. സ്മരണ വേണം കുട്ടി, സ്മരണ. ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ഞാൻ രക്ഷിച്ചത്. സംഭവം ഞാൻ കള്ളനായിരിക്കാം, അത് വിധിയുടെ വിളയാട്ടം. എന്ത് ചെയ്യാനാ? പിന്നെ ഇപ്പൊ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് മുന്നോട്ട് പോകും. ഇപ്പൊ ഞാനാണോ പ്രശ്നം? അല്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ നീ നോക്കൂ, എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോകാം. പക്ഷെ അതുകൊണ്ട് തന്റെ പ്രശ്നം തീരും. നീ നോക്കൂ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പറ, ശരിക്കും തന്റെ പ്രശ്നം എന്താ? പ്രണയ നൈരാശ്യം എങ്ങനെ മനസ്സിലായി? പൂട്ടിരിക്കുന്നത് കണ്ടാർന്നൂടെ? താക്കോൽ എവിടെയാണോ? ഇഷ്ടായില്ല? വേറെ പറയട്ടെ. കാള കിടക്കും കയറോട്. ആലോചിക്കാൻ സമയമൊന്നുമില്ല, വേഗം പറ. ഒരു ക്ലൂ തരോ? ക്ലൂ ഒന്നും തരാൻ പറ്റില്ല, പണ്ടിട്ടില്ല പതിരില്ല. ഒരു ക്ലൂയിക്കാൻ വന്നിട്ട് തന്നെ നോക്കും. ഞാനുണ്ടല്ലോ, നിനക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തു തരാം. ഞാൻ ഈ കൈകൊണ്ട് എത്ര പേരെ കൊന്നിട്ടുണ്ടെന്നറിയും. ശരിക്കും വേറെ കാര്യം പറയട്ടെ. വിസ്മിത്ത് വൈകി എനിക്ക് അടുക്കളയിൽ വെള്ളം ഇരിക്കുന്നുള്ളൂ. രാവിലെ തൊട്ട് വർക്കിന് ഇറങ്ങി തന്നെ.
ആഹാ രാവിലെ തൊട്ട് ഇവിടെയായിരുന്നു. രാവിലെ തൊട്ട് ഇവിടെ അല്ല, രാവിലെ തൊട്ട് ജ്വല്ലറിലായിരുന്നു. എന്നിട്ട് എന്താ, ജ്വല്ലറിലെ കൗണ്ടറില് മുന്തിരി ജ്യൂസ് ഇരിക്കണ്ടായിരുന്നു, ഒരു ചോന്ന കളറില്. അത് ഗ്ലാസ്സിൽ വെച്ച് ഞാൻ കുടിച്ചു. ഇഷ്ടമില്ല? എങ്ങനെ ഇഷ്ടാവും? സാനിറ്റൈസർ തന്നെ കുടിച്ചത്. മോൾക്ക് സാനിറ്റൈസർ ഇഷ്ടാവും? പിന്നെ എന്നാ ചോദിക്കി. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വയറ് കഴുകി. ഇപ്പൊ മൊത്തം ഗ്യാസ് അതില്. അതെ, നമുക്ക് അടുക്കളയിൽ പോയിട്ട് ചൂടോടുകൂടി എന്തെങ്കിലും കഴിക്കാം. ഈ ഗ്രീൻ പീസും ഇടിയപ്പം ഉണ്ടാക്കും. അറിയില്ല, എന്തെങ്കിലും ഉണ്ടോ നാട്ടിൽ പോയി മൈനൈസോ? വാ പോയി നോക്കാം. ആ ആ ഇവിടെ ഈ ഒരു സാധനം മാത്രമേ ഇരിക്കുന്നുള്ളൂ. കൊടുക്കട്ടെ? ഞാൻ ഭയങ്കര കുക്കാണുണ്ടാക്കും. കുക്ക് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കുക്ക്. എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ബുൾസയാണ് മെയിൻ. പിന്നെ എന്താ, മുട്ട ഓംപ്ലേറ്റ്, മുട്ട കുത്തിക്കരിക്കും, ഉള്ളി പൊരിക്കും, പിന്നെ പിന്നെ ചൂടുവെള്ളം, അങ്ങനത്തെ കുറെ ഡിഷസ്. ഭയങ്കര ഉണ്ടാക്കാൻ. അതിനോ എന്നിട്ട് ചേട്ടൻ പറ, എന്തിനാ എല്ലാരെയും കൊല്ലുന്നേ? ഗുഡ് ക്വസ്റ്റ്യൻ. 2 വർഷം മുമ്പ് വരെ ഞാൻ കൊല ചെയ്തിരുന്ന സമയം ഞാനൊരു സൈക്കോപാത്തായിരുന്നു. വീടുകളിൽ പോകും, അവിടെയുള്ളവരെ തട്ടും, എന്നിട്ട് ആ കുറ്റം ഏതെങ്കിലും ഒരു മണ്ടൻ്റെ തലയിൽ കെട്ടിവെക്കും, ഞാൻ രക്ഷപ്പെടും. അതായിരുന്നു എൻ്റെ ഹോബി. വെരി 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 ക്ലീൻ മർഡർ. പേടിച്ചോ? വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. വിശ്വസിക്കാൻ പറ്റുന്നില്ല? അപ്പൊ ഇനി പറയാൻ പോകുന്നത് കേട്ടാ തീരെ വിശ്വസിക്കത്തില്ല. എന്താ? ശരിക്കും പറഞ്ഞ ഞാൻ ഈ വീട്ടിൽ വന്ന് ഇവിടെയുള്ള ആൾക്കാരെ കൊന്ന് ആഭരണങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അറിയോ? അമ്മേ, വിശ്വസിച്ചു. എന്താ? തണ്ണിമത്തന് നല്ല ചോരയുടെ കളർ, അതുകൊണ്ട് എനിക്ക് ടെൻഡൻസി കൂടുന്നു. മര്യാദക്ക് പറഞ്ഞോ. ഗോദ്രേജിന്റെ അലമാര, ഗോൾഡിന്റെ അലമാര എവിടെ ഇരിക്കണേന്ന് മര്യാദക്ക് പറഞ്ഞോ. പറയടി. 1 തൊട്ട് 10 വരെ ഞാൻ എണ്ണും. വേഗം പറഞ്ഞോ. എന്താന്ന് അറിയണോ? അലമാര കാണിക്ക്. ഗാന്ധം കണ്ണടങ്ങി. നോക്കൂ, ആ കട്ടിന്റെ അടിയിൽ 3-4 കാലുകള്. നിന്റെ മുടി എന്താ ഇങ്ങനെ? തണ്ണിമത്തനെ ചെങ്ങനെയാകും. എന്നിട്ടത് വെപ്പം.
ജോത്സ്യനല്ല, പക്ഷെ ജോത്സ്യനാകാം. അല്ല, നീ പറഞ്ഞ കഥയൊക്കെ എന്താ കഥയാ? ഇങ്ങനെ ഓരോ വീട്ടിൽ പോവാ, അവിടുത്തെ ആൾക്കാരെ തട്ടുക, അവരുടെ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇവിടെ രണ്ടെണ്ണത്തിനെ കാച്ചി നിൽക്കണേ ഉള്ളൂ. അപ്പോഴാണ് നിന്റെ ആ ശബ്ദം കേട്ടെ. നീ ഓർത്തില്ലേ ഈ കുരുക്ക് ഞാൻ എനിക്കാക്കിയതാണ്? ഇത് ശരിക്കും നിന്നെ കുരുക്കാനുള്ള കുരുക്ക. എനിക്ക് മനസ്സിലായി.